തിമിർത്ത് പെയ്ത മഴയ്ക്കും അതിന് ചുറ്റിപ്പറ്റി കിട്ടിയ റെഡ് അലേർട്ടിലൂടെയും ഇന്നത്തെ ദിവസം ആരംഭിക്കാമല്ലേ. നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിന് ലീവ് കൊടുത്തിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. മുമ്പൊക്കെയെന്ന് വെച്ചാൽ തിരക്ക് പിടിച്ച ഓട്ടപ്പാച്ചലിൽ എല്ലാവരും ഒന്ന് ഒത്തുകൂടാൻ വേണ്ടിയിട്ട് ഒരു ഹർത്താൽ വരണം. പക്ഷെ ഇന്നിപ്പോൾ റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാണ് എല്ലാവരും വീട്ടിലുണ്ടാവുക. നിങ്ങളീ കാണുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ അവസ്ഥയാട്ടാ. ഇതുപോലെ നിർത്താതില്ല മഴ വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഒരു തടാകത്തിന്റെ നടുക്കോട്ട അവസ്ഥയാണ്, ഒരു ദ്വീപിലൊക്കെ നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ആ ഒരു ലീവ് കിട്ടിയതിന്റെ സന്തോഷം എന്ന് പറയുന്നത് മക്കള് തോണി ഉണ്ടാക്കിയിട്ട് വെള്ളത്തിലിട്ട് കളിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് രാവിലെ തന്നെ. ഇങ്ങനെ എത്ര എത്ര തോണികൾ ഉണ്ടാക്കി നമ്മൾ വെള്ളത്തിൽ ഒഴുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങളെ കുട്ടിക്കാലം? നമുക്ക് തിരിച്ചു കിട്ടാത്ത നമ്മളെ ബാല്യകാലം, മഴ നനഞ്ഞത്. നമ്മളെ ചെറുപ്പകാലത്ത് നമ്മൾ കുറേ മഴ നനഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ മക്കളോട് നമ്മ പറയും, എന്താ മഴ വരുന്നുണ്ട്, വെള്ളത്തിലിറങ്ങാൻ പാടില്ല, മഴ നനയാൻ പാടില്ല, ജലദോഷം വരും, പനി വരും അല്ലേ. അങ്ങനെയല്ല, അവരും കൂടെ അറിയട്ടെ അതിൻ്റെ ഒരു സുഖന്ന് അല്ലേ. അപ്പൊ അവരും കൂടെ കുറച്ചൊന്ന് കളിക്കാൻ വിടുക, മഴ നനയാൻ വിടുക എന്ന് വെച്ച് അപകടത്തിലേക്ക് തള്ളിവിടണമെന്നല്ല, സേഫ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അനിയത്തിക്ക് തോണിയാക്കി കൊടുത്തിട്ട് ഏട്ടൻ മെല്ലെ മുങ്ങി. കുറെ നിർബന്ധിച്ചു വാ ഏട്ട കളിക്കാലെന്ന്. പക്ഷെ ഓനുണ്ടാ കേൾക്കുന്നത്. റൂമിനുള്ളിൽ പോയി കുത്തിരിക്കാൻ നിന്നാൽ ലാപ്പിൽ ചിത്രം വരയ്ക്കുക, അതാണ് നാളെ മെയിൻ ഹോബി. ഈ മഴക്കാലം വരുമ്പോൾ മറക്കാൻ പറ്റാത്തൊരു കുട്ടിക്കാല ഓർമ്മ എന്ന് പറയുന്നത് സ്കൂള് ഇല്ല കാലമാണ്, സ്കൂളിൽ പഠിച്ച കാലമാണ്. അതിന് 8ാം ക്ലാസ്സിൽ എന്ന് പറയുന്നത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കണക്ക് ഈ ഫുൾ കോൺക്രീറ്റ് ബിൽഡിംഗ് അല്ല. നമ്മൾ പഠിച്ചത് ഷെഡിലാണ്. ഷെഡ് എന്നൊന്നും പറയില്ല കേട്ടോ, നമ്മ ചാപ്പ എന്ന് പറയും. അപ്പൊ ചാപ്പ എന്ന് പറയുന്നത് ഓല മേഞ്ഞിട്ടാണ്, ഫുള്ള് ഓല കൊണ്ടാണ് ഇത് കെട്ടിയിട്ട് ഉണ്ടാക്കുക. തറയിലെന്ന് പറയുന്നത് വെറും മണ്ണും സിമെന്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഈ മഴ വരുമ്പോൾ ചോരുമല്ലോ, നല്ലപോലെ ചോർന്ന് മേത്തായിരിക്കും നമ്മൾ ഈ വെള്ളമൊക്കെ ഉറ്റുന്നത്. പിന്നെ കാറ്റ് വരുമ്പോൾ ഓല പാറിപ്പോവും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ പെട്ടെന്ന് സ്കൂൾ വിടും. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും മഴ നല്ലോണം പെയ്യണേന്ന്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ റെഡ് അലേർട്ട് എന്നൊക്കെ നേരത്തെ കുട്ടികളടുത്ത് പറയുന്നുണ്ട്, സ്കൂൾ അവധിയാണെന്ന്. നമുക്ക് അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ പ്രാർത്ഥിക്കും നമ്മള് മഴ നല്ലോണം പെയ്യണേന്ന്. അത് കരുതി കൂട്ടി ഇത് എടുക്കുകയും ചെയ്യില്ല കൊട. ചില സമയത്ത് എടുത്താലും തുറക്കില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പൊ ഈ നല്ല മഴയത്ത് നമ്മൾ സ്കൂള് വിട്ടാൽ നനഞ്ഞു കുളിച്ചൊരു പോക്കുണ്ട് വീട്ടിലേക്ക്. ഇന്നും അത് ഓർക്കുമ്പോൾ ചിരി വരും. ഒറ്റക്കല്ലല്ലോ, നമ്മളൊരു ഗ്യാങ് ആയിട്ടാണല്ലോ പോവുക. അപ്പം ഇന്നത്തെ കണക്ക് നടക്കാനുള്ള ദൂരമാണെങ്കിലും കുട്ടികളിപ്പം റിക്ഷയിലും കാര്യങ്ങളും ബസ്സിലൊക്കെയാണ് പോകുന്നത്. എനിക്കെന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. പക്ഷെ എന്നാലും റിക്ഷയോ ബസ്സോ അങ്ങനെയൊന്നല്ല, നടന്നിട്ട് തന്നെയാണ് പോവുക വീട്ടിൽ നിന്ന്. അപ്പം അത്രയും ദൂരത്ത് നീ വീട്ടിലെത്തുന്നവരെ നമ്മൾ ആകെ നനഞ്ഞ് കുളിച്ച് ആകെ വല്ലാത്തൊരവസ്ഥയിലായിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്. അവധിയായതുകൊണ്ട് തന്നെ എണീക്കാൻ ഒരുപാട് വൈകി. നമ്മപ്പം ചടഞ്ഞും കൂടി ഇരിക്കുന്നൊരവസ്ഥ മഴക്കാലത്ത് എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ. മടി എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് കുറച്ച് കൂടുതലാണെന്നല്ലായിരിക്കും. അപ്പം ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് നമ്മൾ തലേനാൾ കഴുകി വെച്ച പാത്രമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കണം. അതിന് ശേഷം കുറേ പാത്രം കഴുകി വെക്കാനുണ്ട്. അതിന് ആരും ചെയ്തുകൂടാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആ പാത്രം കറക്റ്റ് ടൈമിന് കഴുകി വെച്ചിട്ടില്ലെങ്കിൽ അതൊരു കാണാനൊരു വൃത്തികേടാണ്. അടുക്കളയിലേക്ക് നമുക്ക് പോകുമ്പോഴും അതൊരു നെഗറ്റീവ് ഫീലാണ്. ഞാൻ എപ്പോഴും ചെയ്തുകൂടാന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ അന്ന് മടിച്ചിട്ട് തലേനാളും ഞാൻ കഴുകിയില്ല. പിന്നെ അത് എടുത്ത് വെച്ചിട്ട് വേണം ഇനി ആ കൗണ്ടർ ടോപ്പിന് മേലെയുള്ള പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. അത് കഴുകാൻ നിന്നാൽ പിന്നെ ഭക്ഷണം വേഗം ആവൂല. ഞാൻ എന്ത് ചെയ്തു, ഏതായാലും ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം പാത്രം കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിഴങ്ങ് വെച്ചിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. കിഴങ്ങ് സാധാരണ പുഴുങ്ങിയാൽ ആരും തിന്നില്ല. ചില ആൾക്കാർക്ക് പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുഴുങ്ങിയാൽ തിന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഉപ്മാവാക്കാമെന്ന് വിചാരിച്ചു. അതിന് ആദ്യം നമ്മൾ അതിൻ്റെ തോല് നല്ലപോലെ ചെത്തിക്കളയുക.
ഈ കത്തി വെച്ചിട്ട് എനിക്കാവില്ല കേട്ടോ. കത്തി വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് കിട്ടില്ല. പീലർ ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണുന്ന ആ ഒരു ടൈപ്പ്, അത് വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനെ അത് വെച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് കട്ട് ചെയ്തെടുത്തു. പിന്നെ ചില കേടില്ല ഭാഗം ഉണ്ടാവും. കേടില്ല ഭാഗത്തിൽ നമ്മൾ ചിങ്ങൻ എന്നാ പറയുക. ചിങ്ങൻ എന്ന് പറയുന്ന സാധനം എന്തെന്നറിയോ? ഈ പുഴു, ഒരു തടിച്ചൊരു തരം പുഴുവുണ്ട്. അത് ഈ മണ്ണിനടിയിൽ നിന്ന് അത് ഇതിന് ഈ കിഴങ്ങിൽ വന്ന് ഇതാക്കിയാൽ ഒരു പൊട്ട ടേസ്റ്റും അതിനൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കളറും അങ്ങനെ ഉണ്ടാവും. അപ്പം ചിങ്ങനിലെ കിഴങ്ങെന്ന് നമ്മൾ അതിനെ പറയാം. ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ക്യൂബായിട്ട് മുറിച്ചെടുത്തിട്ട് വെള്ളത്തിൽ കഴുകണം. അതിൻ്റെ ആ സ്റ്റാർച്ചും കാര്യങ്ങളൊക്കെ കഴുകി കളയുക. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആൾക്ക് ആ പാത്രം കഴുകിക്കുന്ന ട്രേ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു അതിനെക്കുറിച്ച് എങ്ങനെയാണ്. ആളെനിക്ക് വാട്സപ്പ് ചെയ്തതാണ്, കമൻറ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ അതെങ്ങനെയാണ് കൊള്ളാമെന്നുള്ളത്. അത് നല്ലൊരു ഉപകാരമുള്ള പ്രൊഡക്റ്റ് ആട്ടോ. നമുക്ക് പാത്രമൊക്കെ കഴുകി നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഉപകാരമുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ കിഴങ്ങ് ഞാൻ പുഴുങ്ങാൻ വെച്ചു. ഇങ്ങനെയാണ് പുഴുങ്ങാൻ വെച്ചത് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയല്ല, ഇങ്ങനെ ആവിക്ക് വെച്ചിട്ടാണ് വേവിച്ചിട്ടെടുത്തത്. അപ്പോൾ അത് വേവിച്ചിട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ പാത്രം തലേനാൾ കഴുകിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇത്രയും പാത്രം ഇട്ടിട്ടാണ് കിടന്നുറങ്ങാൻ പോയത്. അപ്പോൾ കിഴങ്ങ് പുഴുങ്ങുന്നതിൻ്റെ ഇടയിൽ പാത്രം കഴുകുകയും ചെയ്യും, കിഴങ്ങ് നമുക്ക് വേവിച്ചിട്ട് എടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ പാത്രം ആരും ഇടരുത്, ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. നമുക്കൊരു രാവിലെ എഴുന്നേറ്റ് വരുമ്പം നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ എല്ലാം ഇങ്ങനെ ക്ലീനാക്കി നീറ്റാക്കി വെച്ചിരുമ്പോൾ അടുക്കളയിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. നേരെ മറിച്ച് നമ്മൾ എല്ലാം ആകെ കച്ചറയാക്കി ആകെ ഒരു വൃത്തികെട്ട അവസ്ഥയിലാണെങ്കിൽ വന്ന് കയറി അടുക്കള നോക്കുമ്പോൾ തന്നെ മൂഡ് ഓഫ് ആവും. അപ്പം ആരും മടി കാരണം അങ്ങനെ ചെയ്യണ്ട കേട്ടോ. കൃത്യമായിട്ട് കഴുകിയിട്ട് അതാത് സമയത്ത് തന്നെ അതിൻ്റെ സ്ഥാനത്ത് വെക്കാൻ നോക്കുക. പിന്നെ വല്ലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു വയ്യായിക അങ്ങനത്തെ അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ ഇടേണ്ടി വരും. പിന്നെ ഈടെന്ന് വെച്ചാൽ എനിക്ക് ഹസ്ബൻഡ് സഹായിക്കും കേട്ടോ. സുനിൽ എന്നാണ് പേര്. അപ്പോൾ സുനിയേട്ടൻ സഹായിക്കും. സുനിയേട്ടൻ കഴുകി തരും, പാത്രമൊക്കെ കഴുകി തരും, ഭക്ഷണം ഉണ്ടാക്കാനെല്ലാം സഹായിക്കും. എല്ലാ തരത്തിലും സഹായം. ഇപ്പം ഡ്രസ്സൊക്കെ അലക്കിയാൽ അത് ആറിയിടാനും, ഉള്ളിൽ വീട് അടിക്കാൻ, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരാറുണ്ട്. അങ്ങനെ ആണുങ്ങൾ പണിയെടുത്തുകൂടാന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരാളൊന്നുമല്ല. കുറേ കിച്ചണിൽ കുറേ സഹായങ്ങൾ ചെയ്തു തരും. കറി വെച്ച് തരും. ചോറ് വെക്കാൻ ആൾക്കറിയില്ല, ബാക്കി കറിയൊക്കെ ഒരുപാട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഉണ്ടാക്കി തരാറുമുണ്ട്. പിന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാന്ന് വെച്ചാൽ കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ്. ഞാൻ പൈപ്പിലെ വെള്ളം എടുക്കില്ല. ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പം ഈ ടാങ്കിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എനിക്കെന്തോ പറ്റില്ല കേട്ടോ. ഞാൻ ചെറുതിലേ അതെയാ നമ്മുടെ വീട്ടിൽ കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ടുവന്ന് വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു ശീലം ഇപ്പം ഇത്രയായിട്ട് ഞാൻ തുടർന്നുകൊണ്ട് പോകുന്നത്. ഇപ്പം നിൽക്കുന്നത് ക്വാർട്ടേഴ്സിലാണ്, പക്ഷെ എന്നാലും നമുക്ക് കിണറുണ്ട്, വെള്ളം കോരിക്കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇനി എന്ത് മഴയായാലും വെള്ളം നിറഞ്ഞാലും നമുക്ക് ചുറ്റും വെള്ളം നിറയുന്നുണ്ടല്ലോ മഴ വരുമ്പോൾ, എന്നാലും ആ വെള്ളത്തിലൂടെ നീന്തിയിട്ട് വെള്ളം കോരാൻ വേണ്ടി പോകും കിണറ്റിനടുത്തേക്ക്. അങ്ങനെ കോരിക്കൊണ്ട് വന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ സാധാരണ ഭക്ഷണം ഉണ്ടാക്കുക. വെള്ളം കോരിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ മൺകൂജ ഉണ്ട. ആ മൺകൂജയിൽ ഞാൻ നിറച്ച് വെക്കും. പക്ഷെ വെള്ളത്തിനൊരു പ്രശ്നമുണ്ട്. വെള്ളം ഒരു ചെറിയ പൊടിയും കാര്യങ്ങളുണ്ട് ആ കിണറ്റിൽ. അപ്പോൾ ഒരു തുണി വെച്ചിട്ട് അരിപ്പേൻ്റെ മുകളിൽ ഒരു തുണി വെക്കും. ആ തുണി വെച്ചിട്ട് ഈ കൂജേൻ്റെ മുകളിൽ അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഈ പാഞ്ഞി വെള്ളം കൊണ്ടുപോയി ഒഴിക്കുന്ന സമയത്ത് നമുക്കത് അരിച്ച് കിട്ടും. ആ പൊടിയും കാര്യങ്ങളൊക്കെ പോയി അരിച്ച് കിട്ടി ഈ കൂജയിലാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുക. അങ്ങനെ ഈ കൂജയിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക സാധാരണ. ഒരു കാരണവശാലും പൈപ്പിൽ വെള്ളം ഞാൻ ഉപയോഗിക്കുകയില്ല. അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് നല്ല തണുപ്പുമാട്ടാ. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന വെള്ളം പോലെ തന്നെയാണ് നമ്മൾ ഈ കൂജയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന വെള്ളം, നല്ല തണുപ്പാണ്. അങ്ങനെ കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. പാത്രം കഴുകിയാകുമ്പോഴത്തേക്ക് കിഴങ്ങ് വെന്തിട്ട് കിട്ടി. പിന്നെ അതിന് ഉള്ള പരിപാടി എന്ന് വെച്ചാൽ ഉള്ളിയും തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, കടുക് അത്രേ വേണ്ടു. നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റിക്ക് കൊണ്ട് കുത്തി വെച്ച് നോക്കിയാൽ അത് വെന്തോ ഇല്ലെന്നുള്ളത് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് വാങ്ങി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് അതിന് ഉള്ളി അങ്ങനത്തെ കുറച്ച് അലങ്കാര വസ്തുക്കൾ ചേർത്തിട്ട് അതിനെ ഒന്ന് സ്റ്റൈലാക്കി എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ 2 ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഇടത്തരം ഉള്ളി. അത് കുറച്ച് നൈസായിട്ടുള്ള കുറച്ചൊരു വലിയ പീസും അല്ല ചെറിയ പീസും അല്ല, അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. കട്ട് ചെയ്തിട്ട് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പാത്രം വെക്കുക.
പാത്രം വെച്ചിട്ട് അതൊന്ന് എണ്ണ ഒഴിക്കുക. കുറച്ച് ചെറിയ രീതിയിൽ ഞാൻ എണ്ണ സാധാരണ ഒഴിക്കാറുള്ളൂ. കറികളിൽ അധികമായിട്ട് ഞാൻ എണ്ണ ഉപയോഗിക്കാറില്ല, വളരെ കുറവാണ് എണ്ണ ഉപയോഗിക്കുന്നത്. അപ്പം ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അങ്ങനെ അളന്നിട്ടൊന്നുള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായിട്ടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുത്തിട്ട് ആ കടുക് ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ട് അതിലേക്ക് പച്ചമുളകും ഉള്ളിയും മുറിച്ച് വെച്ച ഉള്ളിയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അത് തേങ്ങയും കൂടി ഇടുക. കുറച്ച് തേങ്ങ ഇട്ടിട്ട് തേങ്ങ വളർന്നിട്ടൊന്നല്ല എടുത്തിട്ട് കുറച്ച് ഇത്ര വേണം. നമുക്ക് ഏകദേശം ഒരു കണക്ക് മനസ്സിലാവുമല്ലോ, ഒരു കൈയളവ് എന്നൊക്കെ പറയില്ലേ, അത് കണക്കെ. അപ്പോൾ അത് എടുത്തിട്ട് ജസ്റ്റ് അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഉള്ളിയും എല്ലാം ഒന്ന് വെടർത്തിയിടുക. കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കൂടി പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതങ്ങനെ വെടർത്തിയിട്ടതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കുക. അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായതിന് ശേഷം ഈ വേവിച്ച് വെച്ച കിഴങ്ങുണ്ടല്ലോ, കിഴങ്ങ് അതിലേക്ക് തട്ടിക്കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്ന് പറയുമ്പം അങ്ങൊന്ന് ആഞ്ഞതിന് ഒന്ന് കുത്തി നോവിക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ അതങ്ങ് ഉടഞ്ഞ് ആകെ നമുക്ക് കുഴഞ്ഞ് വെന്ത് ചക്ക വെച്ച പോലെ അങ്ങനത്തെ അവസ്ഥയാവും. മെല്ലെ ഇത് വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കുക. പിന്നെ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഏറ്റവും നല്ലത് എന്താണെന്ന് അറിയുമോ? ഇങ്ങനെ ഇളക്കുന്നതിനേക്കാളും നല്ലത് ജസ്റ്റ് ചട്ടി എടുത്തിട്ട് നമ്മളിങ്ങനെ തട്ടി കൊടുക്കില്ലേ, അങ്ങനെ തട്ടി കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് അത് എല്ലാ ഭാഗത്തേക്കും ആ തേങ്ങയും ഉള്ളിയും പച്ചമുളകും എല്ലാം മിക്സായിട്ട് കിട്ടും. ഞാൻ രണ്ട് പച്ചമുളകാണ് ഇതിൽ ഇട്ടത് കേട്ടോ. അത് ഒരാളെ എരിവിനനുസരിച്ച് അങ്ങനെ ഇടും. പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് ആവാനുള്ള കാര്യം എന്താണെന്ന് അറിയുമോ? കറിവേപ്പില ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നില്ല. കറിവേപ്പില പിന്നെ വറ്റൽമുളക് അങ്ങനെ ഉഴുന്ന് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പുഴുങ്ങിയ കിഴങ്ങ് ഇഷ്ടമില്ലാത്തവർ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഇപ്പം വെള്ളത്തിൻ്റെ അവസ്ഥ വേണ്ട, കുറച്ച് നേരത്തെ കഴിക്കുന്ന സമയത്ത് വെള്ളം കുറച്ച് ഇറങ്ങിയിട്ടല്ലേ ഉണ്ടായിരുന്നത്. ഇപ്പം നല്ലപോലെ വെള്ളം പൊങ്ങി. അപ്പം നിലവിലെ അവസ്ഥ ഇതാണ്. അങ്ങനെ മോള് അത് നോക്കിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും അറിയിക്കണം. അതാണ് നമുക്ക് പുതിയൊരു വീഡിയോ ചെയ്യാനുള്ള ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ സന്ധിക്കുമ്പോഴേക്കും വണക്കം. ബൈ അച്ചു.